ഹലോ ഫ്രണ്ട്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ടിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ആ കൊച്ചു ബെല്ലൈക്കണില്ലേ, അതും കൂടി നിങ്ങൾ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അത് സ്നാക്കൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, അല്പം കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിന് അടുത്ത അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഇനി അതിലേക്ക് ആവശ്യത്തിനായുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പാതി അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് ആ പൊടികൾ നല്ലപോലെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളും സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് കൈ വെച്ചൊന്ന് കുഴച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിയോടെയൊക്കെ തയ്യാറാക്കത്തില്ലേ, അതിൻ്റെ ആ ഒരു ഫോമിൽ വേണം ഇത് ഇരിക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഫോമിൽ വേണം ഇത് ഇരിക്കേണ്ടത്. ഇനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, എങ്കിലേ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ സ്നാക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഗോൾഡ് കളർ ആകുമ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് എടുക്കാം. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയിട്ടെടുക്കാൻ, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.